പൂവാല നിരോധിത മേഖല. ഇത് കൊള്ളാലോ പരിപാടി. എന്താ ബസ് കുളിക്കാൻ പോവാ? കണ്ടതാ. സിനിമയ്ക്ക് പോയാലോ? കാലത്ത് ഇറങ്ങി ഒരു വാന ഷർട്ട് അയ്യോ. ഹലോ സുന്ദരി. ബസ് കാത്ത് നിൽക്കായിരിക്കും അല്ലേ? ബസ് സ്റ്റോപ്പിൽ സാറിന് ബസ് കാത്താണ് നിൽക്കാറ്. പ്ലെയിൻ കിട്ടിയാലും പോവാൻ വിരോധമൊന്നുമില്ല. ഈ ബോർഡ് കണ്ടില്ലേ? ഇത് ഞാൻ എഴുതിപ്പിച്ചു വെച്ചതാണ്. ഇവിടെ പൂവാലന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. സുന്ദരിക്ക് പൂവാല ശല്യമൊന്നുമില്ലല്ലോ? ഞാൻ ചാർജ് എടുത്തത് പിന്നെ ഈ വഴി ഒറ്റ പൂവാലന്മാരും വരാറേ ഇല്ല. പകരം സാറുണ്ടല്ലോ. സുന്ദരിയെ ആരും ശല്യം ചെയ്യാതിരിക്കാനാണ് ഞാൻ പ്രത്യേകിച്ച് വരുന്നത്. നിങ്ങൾ കോളേജിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ പൂവാലന്മാരുടെയോ കിളികളുടെയോ ശല്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഇവിടെ പൂവാല ശല്യമില്ലല്ലോ? ഇവിടെ പൂവാല ശല്യമുണ്ടോ? പൂവാല അല്ല മക്കളെ, പൂവാറ് പോവാനാ. ബസ് വരുമ്പോ പറയണേ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ? ഞാനോ? എന്താടോ? അത് മോളെ ഇരിക്കല്ലേ? അല്ലടോ, എന്റെ ഭാര്യ. യോഗം ചെയ്തവൻ കുഴി പോവാറായി. ആടെ കാര്യം നീ പറയുന്ന എത്ര എന്റെ വില? 40 രൂപ. 40 വളരെ കുറവാണല്ലോ. 2 കത്തിയുടെ കാശല്ലേ ചോദിച്ചേ? 1 കത്തിയുടെ. അതിന് ഞാനും പറഞ്ഞേ. അതേ അവന്മാരോട് നിൽക്കണ്ടേ? വണ്ടി നിർത്ത്, നിർത്തേ. നിങ്ങളാരും വരണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. അയ്യോ, നല്ല ഒന്നേ എന്തിനാ ഇപ്പൊ ഓടിയത്? ഞാനാ ഓടുവേ? അതെ, എനിക്ക് രാവിലെ ഇങ്ങനെ ഓടുന്നൊരു എക്സർസൈസ്. വളരെ നല്ല ശീലം. ഞാൻ നിങ്ങളെ മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങളെയോ? കാണാൻ ഒരു വഴിയില്ല. നിങ്ങളല്ലേ എനിക്ക് ചിക്കനും റമ്മും ഒക്കെ വാങ്ങിച്ചു തന്നത്? ചിക്കനും റമ്മും ഞങ്ങൾ വാങ്ങിച്ചു തന്നതാ? ലൈഫിൽ ഞങ്ങൾ ആർക്കും അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ആരെങ്കിലും വാങ്ങി തന്നാ കഴിക്കുവോ? അങ്ങനെ ആരെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങൾ കഴിക്കില്ല. പിന്നെ സ്നേഹത്തോടെ ആരെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങൾ വേണ്ടെന്നും പറയില്ല. പിന്നെ പോവാല്ലേ? പോവാലോ. നല്ല ടേസ്റ്റ്. ഒരു കുപ്പിയും കൂടി ആവാല്ലേ? ആവാലോ. ചിക്കനും വേണം. ജയ്സ, ഒരു കുപ്പിയും 2 ചിക്കനും. ജയ്സ, കൈ ഒഴിവുള്ളപ്പൊക്കെ ചിക്കൻ പോന്നേട്ടോ. അത് വേണേ? അത് വേണം. പിന്നെ ആ ഭൂമി നമുക്ക് അങ്ങ് കൊടുത്താലോ? ഏത് ഭൂമി? അല്ല, നമ്മൾ ഇന്നലെ അഡ്വാൻസ് കൊടുത്ത ഭൂമി. 50,000 രൂപ ലാഭത്തിന് ഒരു പാർട്ടി വാങ്ങാൻ തയ്യാറാ. കൊടുക്കും? അത് കൊടുക്കുന്നില്ല. അതങ്ങ് കൊടുക്കുന്നതാണ് നല്ലത്. കൊടുക്കുന്നതല്ല. എന്തിനാ ഈ കത്തി? ഷോയ്ക്ക്. ഷോയ്ക്ക്? എങ്ങനെയുണ്ട് ഈ കത്തി? കത്തി തീർക്കാനില്ല. എനിക്ക് പോയിട്ട് എടുക്കണ്ട്. പോയിട്ട് വരാം. അല്ല, കുപ്പി പറഞ്ഞിട്ടുണ്ട് കത്തി കൂട്ടിയിടാ. സീക്കേക്ക് പറ്റിയോരാ പുള്ളി. അപ്പോ നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ, മഹാമിടുക്കന്മാരാണല്ലോ. അപ്പോഴേ ഇത് നമ്മുടെ സ്ഥലം കാണാൻ ഒരു പാർട്ടി വന്നു. എന്താടാ നിന്റെ കയ്യിലൊരു പ്യോതി? ഇതൊരു പാന്റും ഷർട്ടുവാ. അങ്ങനെ നന്നായിട്ട് ചേരും. ഫാഷൻ ടെക്സ്റ്റൈൽസ് ഞാൻ പറഞ്ഞു മേടിച്ചതാ. മറ്റേ പാർട്ടി വരുമ്പോ ഇങ്ങനെയൊക്കെ പോയാ മതിയോ? ഇത് പിടി എന്നാ പിടി. നിന്റെ ഒരു പാന്റും ഷർട്ടും. അതെ, മേനോന് പാർട്ടി വരുന്നുണ്ടോ? അയ്യോ, ഗിഫ്റ്റ് ഒന്നും വേണ്ടായിരുന്നു. എന്തിനാ? ഗിഫ്റ്റ് ഒന്നുമല്ല, ഇവിടുന്ന് പുറത്തേക്ക് വീണതാ. ഇത് അണ്ണന് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിച്ചതാ. കണ്ടിട്ട് പുള്ളിക്ക് പിടിച്ചില്ല. ഇത് നല്ല സ്റ്റഫാണല്ലോ. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യും. പിന്നെന്താ? ജോൺസൺ ആൻഡ് ജേസൺ ഒരു ഗുലുമാല് കേസായിരുന്നു.
ഇപ്പൊ കാണാൻ പോകുന്ന വസ്തുവും അതൊരബദ്ധം പറ്റിപ്പോയതല്ലേ. നല്ല ഒന്നാന്തരം ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ ഈ സിറ്റിയിൽ ഇതുപോലെ കണ്ണായ സ്ഥലം വേറെ ഇല്ല. ഹാർട്ട് ഓഫ് ദ സിറ്റി. ഓക്കെ, എന്നെ താമസിപ്പിക്കണ്ട. ഞാനേ ഇതൊന്ന് ഇട്ടേച്ചും വരാം. അയ്യോ, കാലേ കയറി ചവിട്ടില്ല, ചെറിയൊരു അബദ്ധം പറ്റിയിരിക്കുക. ആ ദേ 1.5 ഏക്കറുണ്ട്. സെന്റിന് 40,000 രൂപ പറയുന്നത്. അത് കുറച്ച് കൂടുതലാണ്. അടുക്കുമ്പോ ഒരു വിട്ടുവീഴ്ചയൊക്കെ വരുമല്ലോ. അതാണല്ലോ ബിസിനസ്. അത് കളാ. അതെന്താ ഒരു ബോർഡ് കാണുന്നത്? അത് ബോർഡറാ. ഏതിന്റെ? അത് ബോർഡാണ്. ടെലിഫോൺ ഓഫ് ദി കൺട്രിമെന്റൽ പൊസിഷൻ. എന്താ ഇത് ശരിക്കും? അത് പിന്നെ ഇവിടെ ഒരു ടെലിഫോൺ ഉണ്ട്. അത് ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യാനാ. അപ്പൊ തെറ്റിപ്പോയോ? അതെ, അതിനു വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഈ ബോർഡ്? നീ പാന്റും ഷർട്ടും കൊണ്ട് തന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. സോറി അണ്ണാ. ഓറിയാ ഇനി പാന്റ് ഇടുന്ന പരിപാടിയിലെ ഷർട്ട് ഇടുന്ന പരിപാടിയിലെ ഇങ്ങനെ തൊലച്ചല്ലേ എനിക്ക് തല്ലുകൊണ്ട് കണ്ടട കണ്ടട കളയാറില്ല. അടിച്ചാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഇനി മേലാലി ഷർട്ട് വേണ്ട. അത് പോട്ടെ. പാന്റ് വേണ്ട. പാന്റ് ഷർട്ട് ഇടുന്ന പരിപാടി പോട്ടെ. കാരണം എന്റെ ജീവിതം ഓടിക്കോ. നടക്കോട്ടം. എടാ അപ്പു, എവിടെ പോയി കിടക്കണേ കുമാരെ? ഈ സന്ധ്യ കഴിഞ്ഞ നേരത്ത് അകത്ത് ലൈറ്റും ഫാനും ഇട്ട് വീടും പൂട്ടി ഇവന്മാരെ എവിടെ തെണ്ടാൻ ഇറങ്ങി? രാവിലെ വന്നാലും കാണില്ല, വൈകിട്ട് വന്നാലും കാണില്ല. എടാ അനന്താ, അപ്പൂട്ടാ എവിടെ? എന്റെ അമ്മേ, എന്റെ ശരീരം വിറക്കണേ. എന്റെ മാതാവേ, എന്റെ മാതാവേ. എന്റെ അമ്മേ, അയ്യോ ദൈവമേ. ഈ മിസൈൽ അങ്ങോട്ട് അങ്ങനെ മാറ്റി പിടിക്കും. അവിടെ ഇവിടെ വയ്ക്കട്ടെ. എവിടെയായിരുന്നു ഇത്രയും നേരം? ഞങ്ങൾ തൃശ്ശൂർ പൂരം കാണാൻ പോയിരുന്നു. കണ്ടറിഞ്ഞൂടെ മാർക്കറ്റിൽ പോയാണെന്ന്. ഇനി എന്നും മായയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാലോ. ആ, കുറച്ചു മുൻപ് ഇവിടെ ആരോ വന്ന് ബെല്ലടിച്ചു. ഞാൻ വാതിൽ തുറക്കാൻ വന്നപ്പോ നിലവിളിച്ചോണ്ട് ഓടിപ്പോയി. ഞാനൊന്ന് പേടിപ്പിച്ചതാ. എനിക്ക് തോന്നുന്നത് അതാ മറിയമ്മ തള്ളയാണെന്ന്. ബെസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി കൊടുത്താൽ മതി. ഇയാളോട് ആരാ പറഞ്ഞ ആവശ്യമില്ലാതെ മുൻവശത്തോട്ട് വരാൻ? ഞാൻ നിങ്ങളാണെന്ന് വിചാരിച്ചില്ലേ വാതിൽ തുറക്കാൻ വന്നത്. വാതിൽ തുറക്കാൻ ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. മറിയാമ്മച്ചേർത്തി വല വീഴണമെങ്കിൽ നമുക്ക് മറിയാമ്മച്ചേർത്തി കുറച്ച് ഏത്തക്കായ, ഏലക്കായ, മുരിങ്ങക്കായ, ചക്ക, മാങ്ങ, ലഡു ഇതെല്ലാം കൊണ്ട് മറിയാമ്മച്ചേർത്തി വീട്ടിൽ കൊണ്ടു നടക്കാം. ഐഡിയ കൊള്ളാം. പക്ഷെ അതിലൊന്നും ആ തള്ള വീഴുമെന്ന് തോന്നുന്നു. എന്നിട്ടും വീണില്ലെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? കട്ടി ചവിട്ടിയാ മതി. ഒരു ചവിട്ടിയാൽ നിനക്ക് വെച്ചിരും. ചെറുത് അതുകൊണ്ടൊക്കെ നീ വാ. വേഗം തിരിച്ചു വരില്ലേ? ഇല്ല, ഞങ്ങൾ അവിടെ താമസിക്കാൻ പോവാ. മായേനെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ എവിടെങ്കിലും പോകുന്നു മായ്ക്ക് തോന്നുന്നുണ്ടോ? നീ വന്നല്ലേ? നീ പോടാ. ഇതൊക്കെ എടുത്ത് അകത്ത് വെച്ചോട്ടാ, ഞങ്ങൾ ഇപ്പൊ വരാം. ആ യോ, വാതിലടച്ചേരെ കള്ളന്മാരുണ്ടാവും. ചേട്ടത്തി, അയ്യോ പ്രേതം! ചേട്ടത്തി, ഇത് ഞങ്ങളാ. ഞാൻ കണ്ടു മക്കളെ. എന്ത് കണ്ടത്? കണ്ട ഒരു വെള്ള ഡ്രസ് ഇട്ട ഒരു പ്രേതം എന്നെ മാടി മാടി വിളിക്കുന്നു. അയ്യോ അയ്യോ അയ്യോ. പ്രേതോ? ആ ഏയ്, ചേട്ടത്തിക്ക് തോന്നിയായിരിക്കും. ഇല്ല മക്കളെ, ഇത് അവളാ. എവള്? ആ ലിസി. ഏത് ലിസി? ആ തൂങ്ങിച്ചത്ത ലിസി. ഓഹോ,
അപ്പൊ അവിടെ ആരോ തൂങ്ങിച്ചത്തിട്ടുണ്ടല്ലേ? ഉണ്ട് മക്കളെ ഉണ്ട്. ചേട്ടത്തിയല്ലേ മുമ്പ് പറഞ്ഞത് ആ വീട്ടിൽ ആരും തൂങ്ങിച്ചത്തിട്ടില്ലെന്ന്? അത് എനിക്കൊരു ഓർമ്മ പേശയ്ക്ക് പറ്റിയതാ മക്കളെ. ഓർമ്മ നിങ്ങൾ ഇനി എവിടെയും പോണ്ട, ഇവിടെ താമസിച്ചാ മതി. എല്ലാ സൗകര്യങ്ങളും ഇല്ല ഇവിടെ. ഞാനില്ലേ മക്കളെ നിങ്ങൾക്ക്? അതാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. ചേട്ടത്തി എന്താ ഈ പറയുന്നത്? ഞങ്ങൾ അവിടെ തന്നെ താമസിച്ചോളാം. അയ്യോ വേണ്ട, ഞങ്ങൾ ആണുങ്ങളല്ലേ ചേട്ടത്തി? ആണുങ്ങളെ ചോര ഊറ്റി കുടിക്കാനല്ലേ അവറ്റകൾ വരുന്നത്. ഏയ് വേണ്ട മക്കളെ. ഇതെന്താ മക്കളെ? ഇതൊക്കെ ഞങ്ങൾ അമ്മൂമ്മയ്ക്ക് വാങ്ങിച്ചുണ്ടെന്നാ. ആരെന്നെ നിന്റെ അമ്മൂമ്മ? വാങ്ങിച്ചുണ്ടെന്നാ. അതൊരെണ്ണം കൊടുക്കും. പിന്നെ ഇതൊന്നും വേണ്ടായിരുന്നു മക്കളെ. തിന്നാൻ വേണ്ട, തിന്നാനെ പറഞ്ഞ എനിക്ക് വേണ്ട. ഞാൻ പ്രായം നോക്കിയിട്ടാ മോന്തയ്ക്ക് ഒരു വീക്കാൻ വെക്കുക. അടിച്ചതിന്റെ കൊഞ്ഞി എന്താ പീട. ഞാൻ പഴം എടുത്തരാട്ടാ. നിങ്ങൾ ഇങ്ങനെ കളഞ്ഞിട്ട് പറഞ്ഞാലേ ഞാനത് കഴിക്കും. വേണ്ട. ഓക്കെ പോകില്ല. കഴിക്ക്. കൊടുക്കണേ. നീ എന്താ എടുത്ത് കഴിക്കുക. ആ. അവിടെ